പ്രതീക്ഷിച്ച ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചു. 2 മണിക്കൂറിലേറെ നീണ്ട ബജറ്റ് പ്രസംഗമാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ നടത്തിയത്. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. സംസ്ഥാനം ധനഞ്ഞെരുക്കം നേരിട്ടപ്പോൾ അത് മറച്ചുപിടിക്കാനല്ല, ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പരിഹാരം തേടാനാണ് ഈ സർക്കാർ തയ്യാറായത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. അപ്പോൾ അതവർക്ക് ലഭിക്കും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. എന്നാൽ ക്ഷേമ പെൻഷന്റെ 3 മാസത്തെ കുടിശ്ശിക തീർക്കുമെന്ന് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയിലെ അനർഹരെ കണ്ടെത്തും. ഇതിനുവേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം ഉയർത്തിയിട്ടുണ്ട്. മുൻവർഷത്തെ ബജറ്റ് വിഹിതം 15,205 കോടി രൂപയായിരുന്നു. ഇത് 15,980.49 കോടിയായാണ് ഉയർത്തിയത്. മണലൂർ നിയോജക മണ്ഡലത്തിന് 327 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. എളവള്ളി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ 5 കോടി രൂപ വകയിരുത്തി. പാവറട്ടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനും കംഫർട്ട് സ്റ്റേഷനും 2 കോടി, മുല്ലശ്ശേരി പഞ്ചായത്തിലെ മങ്കുഴി പാലത്തിന് 3 കോടി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി എന്നിങ്ങനെയും വകയിരുത്തി. പാവറട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ മൈനർ ഇറിഗേഷൻ കനാലുകളിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് സ്ലൂയിസ് നിർമ്മാണത്തിന് 1 കോടി രൂപ വകയിരുത്തി. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയ്ക്ക് 250 കോടി അനുവദിച്ചിട്ടുണ്ട്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 6 കോടി രൂപയും വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കനോലി കനാലിന് കുറുകെ കോടമുക്ക് പാലം നിർമ്മാണത്തിന് 10 കോടിയും വകയിരുത്തി. മുല്ലശ്ശേരി കനാലിൽ പതിയാർകുളങ്ങര പാലം മുതൽ ഇടിയഞ്ചിറ പാലം വരെ ഇക്കോ ടൂറിസം പദ്ധതിയും കുട്ടികളുടെ പാർക്കും നിർമ്മിക്കാൻ 6 കോടി, എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി, കോഴിത്തോട് നവീകരണത്തിന് 2 കോടി, കാഞ്ഞാണി വെങ്കിടങ്ങ് മുല്ലശ്ശേരി സെന്ററുകളുടെ നവീകരണത്തിന് 10 കോടി, എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് മുകളിൽ 2 നിലകളുടെ നിർമ്മാണത്തിന് 3.5 കോടി രൂപ തുടങ്ങിയ പദ്ധതികളാണ് മണ്ഡലത്തിനായി അനുവദിച്ചതെന്ന് മുരളി പെരുന്നെല്ലി MLA അറിയിച്ചു.